പഠിക്കാനുള്ള മോഹം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നെങ്കിലും ചെറുപ്രായത്തിൽ തന്നെ ജീവിതത്തോട് പടപൊരുതേണ്ടി വന്നതോടെ പഠനം എന്ന മോഹം ഉപേക്ഷിച്ചൊരു പെൺകുട്ടി. എന്നാൽ 32-ാം വയസ്സിൽ ആ ആഗ്രഹം നിറവേറ്റുകയാണ് അവൾ. ആന്ധ്ര സ്വദേശിയും മലപ്പുറം മഞ്ചേരിയിൽ താമസിക്കുകയും ചെയ്യുന്ന നിഷാന 4ാം തരം തുല്യതാ പഠിതാവായാണ് പഠനം ആരംഭിക്കുന്നത്. ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു ഭൂതകാലം കൂടിയുണ്ട് നിഷാനയ്ക്ക്. 12 വയസ്സുവരെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ആന്ധ്രയിലെ കടപ്പയിലായിരുന്നു നിഷാന. പെട്ടെന്നൊരു ദിവസമാണ് വെള്ളപ്പുതച്ച മാതാവിന്റെ മൃതശരീരം കണ്ട് ആ 12-കാരിയുടെ ഉള്ളു പിടച്ചത്. അമ്മ കൊല്ലപ്പെട്ടതിന് പിന്നാലെ അച്ഛൻ ജയിലിലായി. ആരുമില്ലാതായതോടെ സഹോദരങ്ങളെ പലരും ദത്തെടുത്തു. നിഷാനയെ മലപ്പുറത്തെ ഒരു കുടുംബവും ദത്തെടുത്തു. പുതിയ സ്വപ്നങ്ങളുമായി അവൾ മുന്നോട്ടു പോയെങ്കിലും കൂടുതൽ കാലം തുടർന്നില്ല. ആ വീട് വിട്ടിറങ്ങാൻ നിർബന്ധിതയായി. ഇനി എന്തെന്ന ചോദ്യത്തിന് മുന്നിൽ മരണം മാത്രമാണ് പരിഹാരമെന്ന് തോന്നിയ നിമിഷങ്ങൾ. എന്നാൽ ആ യാത്ര അവസാനിച്ചത് തവന്നൂരിലെ മഹിളാ മന്ദിരത്തിലായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞതോടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശ്രമങ്ങളായി. അതിനായി പലതരം ജോലികൾ ചെയ്തു. അപ്പോഴെല്ലാം മനസ്സിൽ പഠിക്കണമെന്ന മോഹമുണ്ടായിരുന്നു. എനിക്ക് കുറെ മുമ്പേ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായപ്പോ പോയി ചോദിക്കുമ്പോ ഒന്നും ആരും ഇപ്പൊ ആന്ധ്രക്കാരിത്യാണ്, അതുകൊണ്ടൊന്നും എനിക്ക് രേഖകളൊന്നും ഇല്ലാത്തോണ്ട് പഠിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടേക്ക് നിരാശാക്കിയിട്ട് പോന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കുറെ കാലം ഉപേക്ഷിച്ചു. പിന്നെ രണ്ടാമത് പിന്നെ പഠിക്കണമെന്ന് തോന്നി. പിന്നെ അങ്ങോട്ട് എന്താ വെച്ചാല് മാലാമന്ദിരത്ത് വന്നു വരുമ്പോഴൊക്കെ അന്നൊക്കെ ശരിക്കും ഭാഷയൊക്കെ ശരിക്കും പറയാനൊക്കെ അറിയണുണ്ടായിരുന്നുള്ളൂ. ഭാഷയുടെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതിനിടെയാണ് മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് നിസാറുമായുള്ള വിവാഹം. ഇതോടെ ജീവിതത്തിലെ പുതുവഴികൾ തുറന്നു. നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ഇന്നിപ്പോൾ 5ാം ക്ലാസ്സിലും UKGയിലും പഠിക്കുന്ന 2 കുട്ടികളുടെ അമ്മ കൂടിയാണ് നിഷാന. ഇന്നിപ്പോൾ തന്റെ ബാല്യകാലത്തെ ഏറ്റവും വലിയ സ്വപ്നമായ പഠനത്തിലേക്ക് വീണ്ടും കടക്കുകയാണ് അവർ. ഭർത്താവും എല്ലാ പിന്തുണയുമായി കൂടെയുണ്ട്. മലയാളം പോലെ ശരിക്കും വായിച്ച് പഠിച്ചതൊക്കെ എന്റെ ഇതിൽ വെച്ച് കാണാൻ പഠിച്ചിട്ടുണ്ട്. എന്നാലും പഠിപ്പിക്കാനൊന്നും നിന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വായിക്കാനോ എഴുതുമ്പോ വലിയ പുള്ളി തെറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓക്കെ. ഇംഗ്ലീഷും കുറച്ചൊക്കെ. അപ്പൊ എന്റെ ഹസ്ബൻഡ് എല്ലാത്തിനും സപ്പോർട്ടാണ്. പഠിച്ചോന്ന് പറഞ്ഞിട്ട് അതിനിപ്പോ എന്താ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. മലപ്പുറം നഗരസഭയിലെ സാക്ഷരതാ പ്രേരക് P. അജിതകുമാരിയുടെ സഹായത്തോടെയാണ് പഠനം തുടരുന്നത്. സ്കൂൾ രേഖകളൊന്നും ഹാജരാക്കാനില്ലാത്തത് സാക്ഷരതാ കോഴ്സിന് ചേരാൻ തടസ്സമായിരുന്നെങ്കിലും ആ തടസ്സങ്ങളെല്ലാം നീക്കി പഠനം തുടരാനുള്ള ഒരുക്കത്തിലാണ് നിഷാനയും സാക്ഷരതാ മിഷനും. തുല്യതാ പഠനത്തിലൂടെ 4ാം ക്ലാസും 7ാം ക്ലാസും 10ാം ക്ലാസും +2 ഒക്കെ പഠിക്കണമെന്നാണ് നിഷാനയുടെ ആഗ്രഹം. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒരുപാട് നേരിടുമ്പോഴും പഠിക്കണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ആ ആഗ്രഹം നിറവേറുന്നതിന്റെ സന്തോഷത്തിലാണ് നിഷാന ഇപ്പോൾ. അൻരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർ കുടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.